ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിൽ ഇറാനെതിരെ ഇതുവരെ 18,000 ബോംബുകൾ പ്രയോഗിച്ചെന്ന വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് ഇസ്രയേൽ. ആക്രമണം ആരംഭിച്ച ഫെബ്രുവരി 28 മുതൽ 40 ദിവസത്തെ കണക്കാണിത്. 10,800-ലധികം വ്യോമാക്രമണങ്ങൾ നടത്തിയതായും 4,000 ലക്ഷ്യസ്ഥാനങ്ങളെ തകർത്തതായും സൈന്യം അറിയിച്ചു. എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. മുൻപ് പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം ഓരോ വ്യോമാക്രമണത്തിലും ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 5,000-ലധികം കെട്ടിടങ്ങൾ ഇറാനിൽ തകർക്കപ്പെട്ടു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവന്നതിന് പിന്നാലെയാണ് ഈ വിവരം പുറത്തുവരുന്നത്. ഇറാനിൽ ലെബനനുമെതിരായ 40 ദിവസത്തെ യുദ്ധത്തിന് ഏകദേശം 1.46 ലക്ഷം കോടി രൂപ ചിലവ് വരുമെന്ന് ഇസ്രയേൽ ധനകാര്യ മന്ത്രാലയം കണക്കാക്കിയതായി ചാനൽ 12 റിപ്പോർട്ട് ചെയ്തിരുന്നു. യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ പ്രത്യേക യുദ്ധകാല ബജറ്റ് ആവശ്യമാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുമ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഫെബ്രുവരി 28-ന് ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും ആരംഭിച്ച ആക്രമണങ്ങൾ 40 ദിവസങ്ങൾക്ക് ശേഷം പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ 2 ആഴ്ചത്തെ വെടിനിർത്തലിലേക്ക് കടന്നിരിക്കുകയാണ്. എന്നാൽ ലെബനന് നേരെയുള്ള ഇസ്രയേൽ ആക്രമണം ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുകയാണ്. ഈ ആക്രമണം വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്ന് ഇറാൻ പറഞ്ഞെങ്കിലും ലെബനൻ കരാറിൽ ഉൾപ്പെട്ടില്ലെന്നായിരുന്നു ഇസ്രയേലിന്റെ വിശദീകരണം. ലെബനനിലെ ആക്രമണങ്ങളെ ഐക്യരാഷ്ട്രസഭയും ഫ്രാൻസ്, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളും അപലപിച്ചിരുന്നു. അതേസമയം ലെബനനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. വ്യാഴാഴ്ച ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടന്ന നിർണായകമായ ടെലിഫോൺ സംഭാഷണത്തിന് പിന്നാലെ ലെബനനുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് ഇസ്രയേൽ തയ്യാറായിരിക്കുകയാണ്. അതേസമയം ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയിയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഫെബ്രുവരിയിൽ ടെഹ്റാനിലുണ്ടായ വ്യോമാക്രമണത്തിൽ മുഖത്തിനും കാലിനുമേറ്റ ഗുരുതരമായ പരിക്കുകളിൽ നിന്ന് മൊജ്തബ ഖമനേയി ഇപ്പോഴും മോചിതനായിട്ടില്ല എന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത്. ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ 1-2 കാലുകൾക്ക് സാരമായ പരിക്കേറ്റതായും അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. പിതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ മരണത്തിന് കാരണമായ അതേ ആക്രമണത്തിലാണ് 56-കാരനായ മൊജ്തബയ്ക്ക് പരിക്കേറ്റത്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് സെൻട്രൽ ടെഹ്റാനിലെ പരമോന്നത നേതാവിന്റെ കോമ്പൌണ്ട് ലക്ഷ്യമിട്ട ആക്രമണം നടന്നത്. ഈ ആക്രമണത്തിൽ മൊജ്തബയുടെ പിതാവ് മുൻ ഭരണാധികാരിയുമായ ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടിരുന്നു. കൂടാതെ മൊജ്തബയുടെ ഭാര്യ, സഹോദരി, ഭർത്താവ്, മറ്റടുത്ത ബന്ധുക്കൾ എന്നിവരും അന്ന് കൊല്ലപ്പെട്ടതായാണ് വിവരം. മാർച്ച് 8-ന് പിതാവിന്റെ പിൻഗാമിയായ അധികാരമേറ്റെങ്കിലും ഇതുവരെ മൊജ്തബയുടെ ചിത്രങ്ങളോ വീഡിയോകളോ ഓഡിയോ റെക്കോർഡിംഗുകളോ പുറത്തുവിട്ടിട്ടില്ല. അദ്ദേഹം എവിടെയാണെന്നോ ഭരണത്തിന് നേതൃത്വം നൽകാനുള്ള അവസ്ഥയിലാണോ എന്നീ കാര്യങ്ങളും നിഗൂഢമാണ്. ശാരീരികമായ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ഓഡിയോ കോൺഫറൻസിംഗ് വഴി അദ്ദേഹം ഭരണകാര്യങ്ങൾ ഇടപെടുന്നുണ്ടെന്ന് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുമുണ്ട്. യുദ്ധം, വാഷിംഗ്ടണുമായുള്ള ചർച്ചകൾ തുടങ്ങിയ നിർണായക വിഷയങ്ങൾ അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. യുഎസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും ഖമനേയിക്ക് പരിക്കേറ്റതായും ശരീരഭാഗങ്ങൾ വികൃതമാക്കപ്പെട്ടതായും നേരത്തെ പ്രസ്താവന നടത്തിയിരുന്നു. ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ സിഐഎയോ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസോ തയ്യാറായിട്ടില്ല. ഐക്യരാഷ്ട്രസഭയുടെ ഇറാൻ പ്രതിനിധികളും വാർത്തകളോട് പ്രതികരിച്ചിട്ടില്ല. ഖമനേയിയുടെ ഒരു കാൽ നഷ്ടപ്പെട്ടതായി കരുതുന്നുവെന്ന് യുഎസ് ഇന്റലിജൻസ് വൃത്തങ്ങളുമായി ബന്ധമുള്ള ഒരു സ്രോതസ് റോയിട്ടേഴ്സിനോട് പറഞ്ഞിരുന്നു. ഇന്നലെ മൊജ്തബയുടേതായി ഒരു പ്രസ്താവന പുറത്തു വന്നിരുന്നു. ലോകത്തിലെ ഏറ്റവും നിർണായകമായ ജലപാതകളിലൊന്നായ ഹോർമസ് കടലിടുക്കിനോടുള്ള സമീപനത്തിൽ ഇറാൻ വലിയ തന്ത്രപരമായ മാറ്റത്തിന് ഒരുങ്ങുന്നുവെന്നായിരുന്നു അത്. കടലിടുക്ക് കൈകാര്യം ചെയ്യുന്നതിൽ രാജ്യം പുതിയ ഘട്ടത്തിലേക്ക്